എന്താണ് ഏയ് ഞങ്ങോട്ട് വരണ്ട, അവിടെ നിന്ന് മതി. മൈൻഡില്ലല്ലോ. നമസ്കാരം ഗൈസ്, വൈബ് ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഷുവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണത്. ഞാനുള്ളത് കുത്തബ്മിനാറിൻ്റെ അടുത്തുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെ അടുത്ത ഒരു പ്രയത്നം അത് ഫെയിലായി പോയി. ആ ഒരു സംഭവമാണ് കാണുന്നത്, ആണ് കുത്തബ്മിനാർ എൻ്റെ ബാക്കിൽ. ഈ കാണുന്നതാണ് അയൺ പില്ലർ. 6000 കിലോ വെയിറ്റ് വരുന്നതാണിത്. ഡൽഹി കാശ്മീരി ഗേറ്റിൽ നിന്ന് എൻ്റെ യാത്ര തുടരുന്നതാണ്. കീർഗംഗ ബേസ് ക്യാമ്പായ കൽഗ വില്ലേജിലെ ഒരു ഹോം സ്റ്റേ ലക്ഷ്യമാക്കിയിട്ടാണ് എൻ്റെ യാത്ര. ഡൽഹി കാശ്മീരി ഗേറ്റിൽ നിന്ന് തുടങ്ങി അവിടുന്ന് കാശ്മീരി ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് കുളു മണാലി അല്ലെങ്കിൽ മണാലിയിലേക്ക് നമുക്ക് ബസ് കിട്ടുന്നതായിരിക്കും. ബസ്സിനൊരു 1000-1800 ആ ഒരു റേഞ്ച് വരും ബസ്സിന്. AC ഒക്കെ ആകുമ്പോൾ ഭയങ്കര സുഖമാണ് പോയി വരാൻ, യാത്രയ്ക്ക് നല്ല സുഖമാണ് വോൾവൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളു മണാലിയിൽ ബസ് ഇറങ്ങി, അതായത് മണാലി പോകാൻ നിന്നില്ല, കുളു മണാലിയിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് അതിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നേരെ മണികരണിലേക്ക് ബസ് പിടിച്ചു. ഇനിയിപ്പോൾ മണികരണിൽ ഡയറക്റ്റ് നേരെ കീർഗംഗയിലേക്കാണ് പോകുന്നത്. കീർഗംഗയിൽ അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാൻ കേട്ടോ. എൻ്റെ ബാക്കിലാണ് ബസ് ഇറങ്ങിയത്, കുറച്ച് ബാക്കിലാണ്. അവിടുന്ന് ബസ് ഇറങ്ങി ഇനി കുറച്ച് നടക്കാണ്ട് കഫേ. ഇവിടെ ഞങ്ങൾ ഒരു കഫേ ഉണ്ട്, ഒരു മലയാളീസിൻ്റെ ജിപ്സി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നീഡാണ്, അപ്പോൾ അവിടേക്ക് പോകാനുള്ള പ്ലാനാണ്. പോകുന്ന വഴിയിൽ ഇവിടുത്തെ വ്യൂ ഒക്കെ ടോഷ് വില്ലേജിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അറ്റത്ത് മഞ്ഞ് കുറച്ച് ഇറങ്ങിയിട്ടുള്ളത് കാണാം മുറ്റത്ത് മുകളിൽ. കീർഗംഗ പോകുന്ന വഴിയിലാണ് ഈ ഒരു വ്യൂ ഉള്ളത്. ആണ് എൻ്റെ ബാക്കിൽ കാണുന്ന ആ മലകളൊക്കെ, മരങ്ങളാണെങ്കിൽ തന്നെ ആകാശവും അതുപോലെ മലകളും. ഇതിനെ നടന്നു വരുമ്പോൾ ഉണ്ടല്ലേ ഇവിടെ ഒരു കഫേ ഉണ്ട്. എന്താ റേറ്റ് കാര്യങ്ങൾ അറിയില്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവണം. ഇങ്ങനെ കുറേ കഫേസൊക്കെ ഇവിടെ ഉണ്ട്, ലഭ്യമാണ്. നമുക്ക് ഏതാ താല്പര്യം അനുസരിച്ച് നമുക്കിവിടെ താമസിക്കാം. മൈൻഡില്ലല്ലോ. ഏയ് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണിത്. നമുക്കിവിടെ മാഗി, ബ്രെഡ് ഓംപ്ലേറ്റ് പോലുള്ള ലഘുഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ നടന്നിട്ട് ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് എത്തി. അതായത് ഇവിടെ കുറേ കഫേസും കാര്യങ്ങളുണ്ട്, ഉണ്ടല്ലേ, ഓരോരോ ബോർഡുകളും കാര്യങ്ങളുണ്ടല്ലേ. അവിടെ ഉള്ളത് മൊത്തം ഓരോരോ കഫേസാണ്, റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. കഫേയുടെ ഒപ്പം തന്നെ നമുക്ക് ഫുഡും അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ ഹോം സ്റ്റേസ് ആണ് കേട്ടോ. കാണുന്ന നോക്കാം ബിൽഡിങ്സ് മൊത്തം. ഈ കാണുന്ന വഴി മൊത്തം കുതിരച്ചാണകമാണ്. അയ്യോ, ഒരു വല്ലാത്തൊരു ടാസ്ക്കാണത്. ഭാഗ്യം ഷൂ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കീർഗംഗ ബേസ് ക്യാമ്പിലേക്കാണ്. അവിടെ ഒരു മലയാളീസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളീസിൻ്റെ ഒരു
ഹൗസ് ഉണ്ട്, അതായത് ജിപ്സി ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അങ്ങോട്ടുള്ള വഴിയാണിത്. അത്യാവശ്യം കയറാണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ ഒരു 7 മണി, ഒരു 6 മണിയാകുമ്പോൾ തന്നെ, 6 മണിയല്ല, ഒരു 5:30 ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. ഇവിടെ നല്ല വെളിച്ചുണ്ട്. ഇപ്പോൾ ഒരു 7 മണി. ഞാൻ കുറച്ചുകൂടി കിടന്ന് തുടങ്ങി. നല്ല വയ്യാണ്ടായിരുന്നു 2-3 ദിവസം ഉറങ്ങിയിട്ട്. അപ്പോൾ ആ വയസ്സിൽ ഉറങ്ങിപ്പോയി. നല്ല വെളിച്ചം. പുറത്തത്തെ വ്യൂ ആണ്. ജിപ്സി ഹൗസിലത്തെ വ്യൂ ആണിത്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. കപ്പിൾസ് ആണെങ്കിൽ തന്നെ വരാവുന്നതാണ്, ഗേൾസിനും വരാവുന്നതാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മലയാളി ഏട്ടൻ്റെയാണ്. ജിപ്സി ഹൗസ്. ചിത്രകാരൻ്റെ ഭാവനയിൽ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. സംഭവം നൈസായിട്ടുണ്ട്. ചിൽ ഔട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ഹാമൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ബാക്കിലാണ് മഞ്ഞുകാലമാണ്. നവംബറിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ മഞ്ഞ് കയറും. ഒരു 5 മീറ്റർ ആ ഒരു ഇതിൽ ഹൈറ്റിലൊക്കെ, ആ ഒരു വടിയുടെ ആ ഒരു ഹൈറ്റിലൊക്കെ ഏകദേശം മഞ്ഞ് കയറും എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ രാവിലെ ഒരു 5:30 ഇവിടെ സൂര്യോദയം ഉണ്ട്. നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഒരു 6:30-7 മണിയാകുമ്പോൾ നല്ല വെളിച്ചമായി. അപ്പോൾ ഇതാണ് നമുക്ക് കീർഗംഗയിലേക്ക് പോകുന്ന വഴി. അല്ല, ഈ റൂട്ടാണ് കീർഗംഗയിലേക്ക് പോവുക. അപ്പോൾ ഈ പോണ വഴിയിലാണ് ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് നമ്മുടെ മലയാളി ഒരു ചേട്ടൻ്റെ ഒരു ജിപ്സി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എത്തി, ഇന്നലെ രാത്രി എത്തി. റേറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടൊന്നുമില്ല, റേറ്റ് കമ്മിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫുഡും കിട്ടി ഇന്നലെ രാത്രി. അപ്പോൾ രാത്രി ആയതുകൊണ്ടൊന്നും വ്യൂ ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ വന്നാണ്, ഒരു രക്ഷയില്ല. ഇതുവരെ ബാത്റൂമാണ്. റൂമൊക്കെ നൈസാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ്. അത്യാവശ്യം ചെക്കന്മാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. മലയാളീസ് തന്നെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. അത്യാവശ്യം പേർക്ക് ഇത് അറിയായിരിക്കും ഈ സ്ഥലത്തെക്കുറിച്ച്. ഹാമൊക്കെ 2 ചിത്രകാരന്മാർ വരുന്നവർ തന്നെ അത്യാവശ്യം പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ക്യാപ്ഷനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ജിപ്സി ഹൗസ്. ഞങ്ങൾക്ക് റൂം കാണിച്ചിട്ടാണ്. ഇതൊക്കെ മരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ രണ്ട് നായ്ക്കളുണ്ട്. അപ്പുറത്ത് റൂമുണ്ട്. ഇതാണ് നമ്മുടെ റൂം. സിമ്പിളായിട്ടുള്ള റൂം. അവിടെ ഒരു കബോർഡുണ്ട്, ചാർജിങ് ഒരു പോയിൻ്റ് ഉണ്ട്. ഹാമൊക്കെ പിടിച്ചിരുന്നു, യൂസ് ഉണ്ടായില്ല. ഇവിടെ ഉണ്ടല്ലോ ചാർജിങ്, മെയിൻ സംഭവം. അപ്പോൾ ഇപ്പോൾ സമയം 7:30 അപ്പോൾ 7:30 ഇപ്പോൾ ഒരു 8 മണിക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറാറുണ്ട് മുകളിലേക്ക്. അവിടെയാണ് നമ്മുടെ മെയിൻ സ്ഥലം, കീർഗംഗ. അപ്പോൾ ജിപ്സി ഹൗസിലെ കാഴ്ചകൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കീർഗംഗയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. Do I, baby, why do I love the touch but never love the feeling?